ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിംപ്ലി പഞ്ചമി വ്ലോഗ്സ്. ഓക്കെ, ഇന്നൊരു വീക്കെൻഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ലുലുവിലേക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോവാണ്. എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് ഇതുകൊണ്ട് കഴിഞ്ഞ ഈസ്റ്ററിനോ സംതിങ് എന്തൊരു ഫംഗ്ഷൻ ഓഫീസിൽ നിന്ന് ഒരു വൗച്ചർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 200 തരത്തിൻ്റെ ലുലു വൗച്ചർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ലുലുന്ന് പർച്ചേസ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ലുലുവിൽ വെച്ച് കാണാം. നമ്മളെ എവിടേക്ക് കുഞ്ഞാറ്റ പോകുന്നത്? ഹായ്, നമുക്ക് ലുലുവിൽ കാണാം. ഓക്കെ, ഉണ്ണികൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ണികൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ലുലുവിലേക്ക് പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് ഇൻ്റർനാഷണൽ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കൺട്രിയുടെ പേരിലാണ് ഓരോ ക്ലസ്റ്റർ ഉണ്ടായിരിക്കും ഇൻ്റർനാഷണൽ സിറ്റിയിൽ. അതായത് സ്പെയിൻ ക്ലസ്റ്റർ, നമ്മളിപ്പോൾ താമസിക്കുന്നത് സ്പെയിൻ ക്ലസ്റ്ററിലാണ്. അപ്പോൾ ഈ സ്പെയിനിൽ തന്നെ സ്പെയിൻ S08, S01, S02 അങ്ങനെ ഓരോ ബിൽഡിംഗ് ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ താമസിക്കുക. അപ്പോൾ ഈ സ്പെയിൻ പോലെ തന്നെ ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ക്ലസ്റ്റർ ഉണ്ട്, പിന്നെ പേർഷ്യ ക്ലസ്റ്റർ ഉണ്ട്. അങ്ങനെ എല്ലാ കൺട്രികളുടെ പേരിലായിരിക്കും ഇവിടെ ഓരോ ബിൽഡിങ്ങുകൾ, ഓരോ ക്ലസ്റ്റർ. അവിടെയാണ് നമ്മൾ താമസിക്കുക. അങ്ങനെയാണ് കേട്ടോ ഇൻ്റർനാഷണൽ സിറ്റി. പിന്നെ വന്നപ്പോൾ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിച്ചിട്ട്, ചേട്ടാ എല്ലാ സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ, ഫ്രാൻസ് ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ചൈന ഉണ്ട്, പേർഷ്യ ഉണ്ട്, എല്ലാതും ഉണ്ട്, എന്താ നമ്മുടെ ഇന്ത്യയുടെ പേരില്ലാത്തതെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചു കേട്ടോ. അതെന്താണാവോ, അത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ സിറ്റിയിലെ ഫ്രാൻസ് ക്ലസ്റ്ററിൽ കൂടിയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഫ്രാൻസ് ക്ലസ്റ്റർ. അതിൽ കൂടിയാണ് നമ്മൾ ലുലുവിലേക്ക് പോകേണ്ടത് കേട്ടോ. വർസാൻ ലുലുവിലാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്താണ് സ്പെയിനിൽ നിന്ന്. പക്ഷേ നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമല്ല, കാറിൽ തന്നെ പോകണം കേട്ടോ. ഇൻ്റർനാഷണൽ സിറ്റിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എല്ലാതും അടുത്തടുത്തുണ്ട്. ഫാർമസി ആണെങ്കിലും അതേപോലെ തന്നെ ക്ലിനിക്ക് ആണെങ്കിലും ഒരു ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ഷോപ്പിംഗ്, അങ്ങനെ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാതും അടുത്തടുത്തുണ്ട്. നമുക്കൊന്നും ഒരു കാറില്ലാത്ത ആൾക്കാർക്കും നടന്നു പോയി കാര്യങ്ങൾ ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ നമ്മുടെ ലുലു എത്താറായി. നമ്മളൊരു ഉച്ചയ്ക്കാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പുറത്ത് നല്ല വെയിലുണ്ട്, ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് പുറത്തുണ്ട് കേട്ടോ. നമ്മൾ ലുലുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനി ജിങ്കോ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയാണ്. ആ കമ്പനിയുടെ വേറൊരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിനെ കാണാനിടയായി. നമ്മൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. മരുമോൾക്ക് ഇടാനാണോ? എടാ, കഴിഞ്ഞ തവണ ഇട്ടിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഈ തവണ ഇതിനെ കിട്ടിക്കഴിഞ്ഞ ഇഷ്ടാവും അമ്മയ്ക്ക്. ഇതിന് ഈ മനുഷ്യ കുട്ടിയൊന്നും കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിനെ ഭാഗ്യമുള്ള ഒരാളോട് ചേട്ടിട്ടോക്ക്. ആ, വേഗെടുക്ക്, പോണില്ലേ? അമർത്ത്. പൈസ പോയാ ഇടുക്കുമോനെ. സുഡു, യെല്ലോ കളർ പ്രസ് ചെയ്യല്ലേ കേട്ടോ പൊന്നോ. അടിക്കോക്കടാ, അടിക്കോക്ക്. ഓ, ഫിനിഷ്. എന്തുണ്ണിയാളെ എന്തിട്ട് കുഞ്ഞി കയ്യിൽ അമ്മ വരച്ചു തരാം. എപ്പ എടുക്കണ്ട പടയ്ക്ക്. നമ്മുടെ വീട്ടിലുണ്ടടാ മൈലാഞ്ചി പറഞ്ഞുണ്ട്. വേണ്ട വേണ്ട, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തെടുക്കാം. എന്നിട്ട് കുഞ്ഞാറ്റ ആ മറ്റേ കുഞ്ഞിതല്ലേ, കുഞ്ഞ് വൻതറ ഇട്ടിട്ട് വരുന്നതിന്റെ കുഞ്ഞിതല്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ.
ഇല്ല. എത്ര ദറഹ ഇതിന്? 14 ദറഹ. വേണ്ട കുഞ്ഞാ, വേണ്ട 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 വേണ്ട. എന്നിട്ട് നോ നോ നോ, വേണ്ട വേണ്ട വേണ്ട. ആണോ? ജെല്ലി മിഠായി അത്. ഉണ്ണികളുടെ മെയിൻ ഏരിയ ആണ് കേട്ടോ ഈ മിഠായിയും ചോക്ലേറ്റൊക്കെ ഇരിക്കുന്ന ഈ ഭാഗം. ഞാൻ ഇവിടെ നിന്ന് മാറി ഇവർ വേഗം കൊണ്ടുവരാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഒരു രക്ഷയില്ല. എല്ലാ മിഠായിയും ഓരോന്നോരോന്ന് എടുത്തിട്ട് വാങ്ങിച്ചു തരാൻ പറയുന്നുണ്ട്. അത് നല്ല വിലയുള്ള മിഠായികളായിരുന്നു. ഞാൻ അതൊക്കെ അവിടെ ആക്കി പതുക്കെ വാങ്ങണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞു. എന്നെ കുറേ മസ്ക് ഇട്ടിട്ട് രണ്ടാളും എന്നെ മസ്ക് ഇട്ടിട്ട് ശരിയാവാണ്ടായപ്പോൾ ഞങ്ങൾ അച്ഛനോട് പറയട്ടെ അമ്മയെന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുന്നുണ്ട്. ഇവിടുത്തെ ലുലുവിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞത്, ഇവരുടെ ഈ ലുലു ഇരിക്കണ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് മുഴുവൻ കൺസ്ട്രക്ഷൻ ചെയ്തത് ജിങ്കോ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയാണ്. ചേട്ടൻ്റെ കമ്പനിയാണ് ഇത്, ഇവരുടെ വർക്കായിരുന്നു എന്നിങ്ങനെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റിയും നേരെ അച്ഛനെ മസ്ക് ഇടാൻ വേണ്ടി പോവാണ്. അച്ഛനെ പിടിച്ചു കൊണ്ടുവന്ന് അച്ഛൻ അത് വാങ്ങിച്ചു തായോ ഇത് വാങ്ങിച്ചു തായോ എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലീസ് 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 എന്ന് കുറേ തവണ കുഞ്ഞിപ്പാറ് പിന്നാലെ നിന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വാങ്ങാനില്ലെങ്കിലും വെറുതെ വീക്കെൻഡ് ആകുമ്പോൾ ഈ റൂമിൽ ഇരിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തേക്ക് പോയി ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു കണ്ണിനൊരു സമാധാനമാണ്. നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിങ്ങനെ പോന്നാൽ മതി കേട്ടോ. എന്താ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടു വന്നാൽ മതി. അത്ര വലിയ സാധനങ്ങളൊന്നും വാങ്ങണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഉണ്ണികൾക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ഓടിക്കൊണ്ട് എടുക്കായിരുന്നു കേട്ടോ. ലുലു മുഴുവൻ ഒച്ചെടുത്ത് ഓടിക്കൊണ്ട് എടുക്കുന്ന അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഇതിക്കും കണ്ടപ്പോഴേ. മരത്തിൻ്റെ നല്ല ബൗളുകളും പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കാണാൻ. നല്ല നല്ല മൺപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഗ്ലാസും പ്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വില നോക്കുമ്പോൾ തോന്നും നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയോന്നോന്ന് തോന്നും കേട്ടോ. നമ്മുടെ മലയാളികളെ സ്വഭാവം തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് എന്ത് സാധനം ഞാൻ എടുക്കുമ്പോഴും ഞാൻ ആദ്യം അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലത്തെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആ സാധനം നമുക്ക് എടുക്കാനേ തോന്നില്ല. ഇഷ്ടപ്പെട്ടതായിരിക്കും, പക്ഷേ എൻ്റെ വില കാണുമ്പോൾ അത് അവിടെ തന്നെ വെക്കും. കുഴപ്പമില്ല, ഇനി നാട്ടിൽ പോയി വാങ്ങാം എന്നുള്ള രീതിയിൽ, നാട്ടിൽ നിന്ന് ഇനി അടുത്ത ട്രിപ്പ് വരുമ്പോൾ എടുത്ത് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ അതങ്ങനെ തന്നെ വെക്കും. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മാനിൻ്റെ ഇറച്ചി കേട്ടോ. മാനിൻ്റെ ഇറച്ചി ഇവിടെ ഓഫറിന് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള ഇറച്ചികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നാടൻ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് നാടൻ ബീഫ് ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാൻ പറഞ്ഞു കേട്ടോ. താഴെ നിന്ന് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമാണ് വാങ്ങിച്ചത്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് വന്നു കേട്ടോ. ഇവിടെ കുട്ടികളുടെ ഡ്രസ്സ് ഐറ്റംസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് വന്നു. ആരെ ചുടത് നാട്ടെ ധാരത് ചേട്ടൻ അനിയന്മാര്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗും കഴിഞ്ഞിട്ട് അവൾ അധികമൊന്നും വാങ്ങിച്ചില്ല. ഇന്നൊരു അവിയൽ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫ്രഷ് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും
അങ്ങനത്തെ അത്യാവശ്യമുള്ള പിള്ളേർക്കുള്ള സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് കടന്നപ്പോഴാണ് ലുലുവിൻ്റെ എക്സിറ്റ് ഡോറിൻ്റെ അവിടെ ഉണ്ണികൾക്ക് കളിക്കാനുള്ള 2 ഇതേപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡക്കിനും ഒരു ഫ്രോഗിനെയും കണ്ടു കേട്ടോ. അപ്പോൾ അവർക്ക് അതിൽ കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലിടണമെങ്കിലും അതിൽ കയറി ഇരുന്ന് അത് വർക്ക് ചെയ്യും കേട്ടോ. അതിനവിടെ ഒരു തരഹം നമ്മൾ അവിടെ കോയിൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് 2 ആൾക്ക് അതിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞു. പിടിവിടരുത്. ഇഷ്ടമായി കുഞ്ഞ? പിടിവിടരുത് കേട്ടോ. ചേച്ചിലോട്ടോ വീഴും പിടിച്ചു. വേഗം തിരിക്കി അത് കഴിഞ്ഞല്ലോ. ഇത് കുറയാനുള്ളൂ. അപ്പോഴേക്കൊരു ടാക്സി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ടാക്സിയിൽ കയറി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി വീക്കെൻഡ്, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് അവിൽക്കറിയും സാമ്പാറും ഒക്കെ വെച്ചിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.